ഹായ് മക്കളെ, നിങ്ങൾ ഒരുപാട് ദിവസങ്ങളായി കാത്തിരിക്കുന്ന നിങ്ങളുടെ റിസൾട്ട്, അതായത് +2 എസ്എ ആൻഡ് ഇംപ്രൂവ്മെന്റ് റിസൾട്ട് വന്നിട്ടുണ്ട്. നിങ്ങളുടെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. result.hsckerala.government.in എന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ട്. അപ്പോൾ റിസൾട്ട് നിങ്ങളുടെ ഇവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ക്യാപ്ചയും നെക്കി കൊടുത്ത് നിങ്ങൾക്ക് എന്ത് സാധിക്കും, നിങ്ങളുടെ റിസൾട്ട് അവിടെ നിന്ന് അറിയാൻ വേണ്ടി. സെയിം ഇംപ്രൂവ്മെന്റ് റിസൾട്ട് കേട്ടോ, സെയിം ഇംപ്രൂവ്മെന്റ് റിസൾട്ട് ഉണ്ട്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക, ചെക്ക് ദ റിസൾട്ട് കൊടുത്താൽ യെസ്, രജിസ്ട്രേഷൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. പിന്നെ ഇത് VHSC ആൻഡ് സൈൻ, ഇത് VHSC നമ്മൾ പിന്നെ HSC ജസ്റ്റ് ആ ലിങ്ക് ഒന്ന് മാറ്റി കൊടുത്താൽ മതി കേട്ടോ. യെസ്, പിന്നെ ഇതായത് ഈ ലിങ്ക്. ഓക്കെ, ഇപ്പം നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും അതുപോലെ തന്നെ എന്താ HSC, നിങ്ങൾ HSCക്കാരാട്ടോ. HSC സെയിം ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ ആണ്. അപ്പോൾ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, ഇത് ക്യാപ്ച കൊടുക്കുക, ചെക്ക് റിസൾട്ട് അറിയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇപ്പോൾ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം, ഞാനിപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ വീഡിയോ ചെയ്ത് നിങ്ങളോട് പറഞ്ഞിരുന്നു, പിന്നെ നമ്മുടെ അഡ്മിഷൻ പ്രോസസ് പലതും കഴിഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങളുടെ പല യൂണിവേഴ്സിറ്റിയും അഡ്മിഷൻ ക്ലോസ് ചെയ്തെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതായത് എത്ര കുട്ടികൾക്ക്, നിങ്ങൾ ഏതൊക്കെ കോഴ്സാണ് ഇനി ആഫ്റ്റർ +2 പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ കൂടുതൽ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പേഴ്സണൽ ഗൈഡൻസ് വേണമെങ്കിൽ നിഹാൽ സാർ എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിങ്ങൾക്ക് വന്നാൽ മതി. അവിടെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് ഞാൻ അവിടെ തരുന്നതായിരിക്കും. അപ്പോൾ എന്നിരുന്നാലും നിങ്ങൾക്ക് പാസ്സായ ആളുകൾ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മാർക്ക് കൂടിയ ആൾ താഴെ കമൻറ്റ് ചെയ്യാം. തോറ്റുപോയ ആളുകൾ, പിന്നെ തോൽക്കാൻ കുറേ കുട്ടികളൊക്കെ ഇപ്പോൾ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ച ആളുകൾക്ക്, ചില ആളുകൾക്ക് ഫെയിൽ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്തൊരു ഇതിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ തുടക്കം മുതലേ പറഞ്ഞൊരു കാര്യമാണ്, ഒരിക്കലും പിന്നെ ഇതുപോലെ പരീക്ഷകളുടെ അവസാന സമയത്ത് നമ്മൾ പഠിക്കാനിരിക്കുക അല്ലെങ്കിൽ നമ്മൾ ആ രീതിയിൽ പോകുമ്പോൾ പലപ്പോഴും നമ്മൾ ഫെയിലർ ആവാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, മുൻകൂട്ടി പഠിക്കാനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ വലിയൊരു അധ്യായം ഇവിടെ അവസാനിക്കാൻ വേണ്ടി പോകുന്നത്. ഇത്രയും കാലം എജുപ്പോൾ നിങ്ങളെ കൂടെ ഉണ്ടായിരുന്നു, നിങ്ങളുടെ ഓരോ അക്കാഡമിക്സിലും ആഫ്റ്റർ +2 നിങ്ങൾ വേറൊരു ഹയർ എഡ്യൂക്കേഷനിൽ പോവാണ്. നമ്മളവിടെ താൽക്കാലികമായി വിരാമം സ്റ്റോപ്പ് ഇടുകയാണ്. പക്ഷേ എവിടെയെങ്കിലൊക്കെ വെച്ച് നിങ്ങൾ കാണുമ്പോൾ നിഹാൽ സാർ എന്നൊരു വിളിയിൽ അല്ലെങ്കിൽ എന്താ ഒരു ഹായെങ്കിലും ഞങ്ങളുടെ അടുത്തൊക്കെ നിങ്ങൾ വരിക. ഞങ്ങൾക്ക് നിങ്ങളെ പരിചയം, നിങ്ങൾക്ക് ഞങ്ങളെ മാത്രമേ പരിചയമുള്ളൂ. അപ്പോൾ എവിടെ പോയാലും നല്ല ആളുകളായിരിക്കുക. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. അപ്പോൾ എവിടെയും എല്ലാ സ്ഥലത്തും നിങ്ങൾ വിജയികളായി മാറട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സ്നേഹം മാത്രം. അപ്പോൾ വീണ്ടും എവിടെയെങ്കിലും വെച്ച് കാണാമെന്ന ആ വിശ്വാസത്തിൽ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.